ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, സ്ഥാനമൊഴിഞ്ഞ കേരളത്തിലെ കോൺഗ്രസുകാരുടെ പ്രിയ നേതാവ് ശ്രീ കെ സുധാകരൻ, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ചുമതല വഹിക്കുന്ന ശ്രീമതി ദീപാദാസ് മുൻഷി, കേരളത്തിന്റെ പ്രിയങ്കരനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ, പ്രിയങ്കരനായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശ്രീ രമേശ് ചെന്നിത്തല, കോൺഗ്രസ് പ്രവർത്തക സമിതിയിലെ പ്രത്യേക ക്ഷണിതാവ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, മുൻ KPCC പ്രസിഡന്റ്മാർ ശ്രീ കെ മുരളീധരൻ, ശ്രീ VM സുധീരൻ, ശ്രീ MM ഹസൻ, UDFന്റെ പ്രിയങ്കരനായിട്ടുള്ള കൺവീനർ ശ്രീ അടൂർ പ്രകാശ്, പ്രിയപ്പെട്ട പുതിയ വർക്കിംഗ് പ്രസിഡന്റ്മാർ ശ്രീ PC വിശ്വനാഥ്, ശ്രീ AP അനിൽകുമാർ, ശ്രീ ഷാഫി പറമ്പിൽ, മറ്റു ബഹുമാന്യരായ കോൺഗ്രസ് തറവാട്ടിലെ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, മാധ്യമരംഗത്തെ സുഹൃത്തുക്കൾ, വളരെ അഭിമാനകരവും സന്തോഷകരവുമായിട്ടുള്ള ഒരു മുഹൂർത്തമാണ് കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 4 വർഷക്കാലത്തോളം കേരളത്തിലെ കോൺഗ്രസിനെ സ്തുത്യർഹമായി മുന്നോട്ട് നയിച്ച ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ശ്രീ കെ സുധാകരൻ, അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നടത്തിയ വിജയങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും സമര മുന്നേറ്റങ്ങളെയും കുറിച്ചൊക്കെ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. വളരെ ധീരമായി കേരളത്തിലെ കോൺഗ്രസിനെ കഴിഞ്ഞ 4 വർഷക്കാലം മുന്നോട്ട് നയിക്കാൻ, കോൺഗ്രസ് പ്രവർത്തകരെ ചേർത്ത് പിടിക്കാൻ, നമ്മുടെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടം നയിക്കാൻ അദ്ദേഹം നൽകിയ സംഭാവനകളെ അങ്ങേയറ്റം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ദേശീയ നേതൃത്വം തന്നെ പ്രസിഡന്റ് മല്ലികാർജ്ജുന ഖാർഗെയും പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയും സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ കോൺഗ്രസിന് ഏറ്റവും ശക്തമായ പോരാളിയെ പോലെ നേതൃത്വം കൊടുത്ത നേതാവ് എന്ന നിലയിൽ സുധാകരന്റെ പ്രവർത്തനങ്ങളെ പാർട്ടി എല്ലാ കാലത്തും അനുസ്മരിക്കുമെന്നുള്ളതാണ് നമുക്കിവിടെ സൂചിപ്പിക്കാനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം സ്ഥാനം ഒഴിയുമ്പോൾ അദ്ദേഹത്തിന് കോൺഗ്രസ് പ്രവർത്തക സമിതിയിലെ സ്ഥിരം ക്ഷണിതാവ് എന്ന പദവി നൽകാൻ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിക്കുകയും ചെയ്തു. സണ്ണി ജോസഫ് മുഖവരകൾ ആവശ്യമില്ലാത്ത നേതാവാണ്. എനിക്കറിയാം, വളരെ കൊച്ചുനാളിലെ പയ്യന്നൂർ കോളേജിലെ കേരള വിദ്യാർത്ഥി യൂണിയന്റെ പ്രവർത്തകനായി പ്രവർത്തിക്കുന്ന കാലം തൊട്ട് എനിക്കറിയാവുന്ന നേതാവാണ് ശ്രീ സണ്ണി ജോസഫ്. സൗമ്യൻ, മൃദു സമീപനക്കാരൻ, പക്ഷെ ആശയങ്ങളിലും നിലപാടുകളിലും അടിയുറച്ചു നിൽക്കുന്ന ധീരനായ പോരാളി. ഇതാണ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്. പേരാവൂരിൽ നിന്നും 3 തവണ തുടർച്ചയായി എല്ലാ വെല്ലുവിളിയെയും അതിജീവിച്ചുകൊണ്ട് ജയിക്കുക മാത്രമല്ല, കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസിനെ കെട്ടിപ്പടുക്കാൻ ഏറ്റവും വിലപ്പെട്ട സംഭാവന നൽകിയ ഒരു ധീരനായ നേതാവിനെയാണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി കേരളത്തിന്റെ പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റെടുത്തിരിക്കുന്ന സണ്ണി ആ ചുമതല ഭംഗിയായി നിർവഹിക്കും എന്നുള്ള കാര്യത്തിൽ തികഞ്ഞ ആത്മവിശ്വാസമുണ്ട് നമുക്കെല്ലാവർക്കും. സണ്ണിയോടൊപ്പം UDFന്റെ കൺവീനറായി MM ഹസൻ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, വളരെ മനോഹരമായിട്ട് UDFന്റെ കൺവീനർ എന്ന നിലയിൽ എല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനം. ഒരു പരാതിയും ആർക്കും ഇല്ലാത്തവണ്ണം നന്നായി മുന്നോട്ട് പോയി. ഒരു ടീം പാക്കേജ് വേണം, കേരളത്തിൽ പുനഃസംഘടന ഉണ്ടാകുമ്പോൾ ഒരു ടീം പാക്കേജ് വേണം എന്നതിന്റെ ഒറ്റ ഭാഗമായതുകൊണ്ട് മാത്രമാണ് MM ഹസൻ ആ സ്ഥാനത്ത് മാറുന്നത്. അതുകൊണ്ട് ഹസനെ ഞാൻ അങ്ങേയറ്റത്തെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീ അടൂർ പ്രകാശ്, ആറ്റിങ്ങൽ പോലെയുള്ള മണ്ഡലം, കഴിഞ്ഞ കുറെ വർഷങ്ങളായി നമുക്ക് കിട്ടാതിരുന്ന മണ്ഡലത്തെ തിരിച്ചുപിടിക്കാൻ, കോന്നിയാദ്യമായി തിരിച്ചുപിടിക്കാൻ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ടകൊത്തകളിൽ കടന്നു നേരിടാൻ കഴിയുന്ന ധീരനായ ഒരു നേതാവിനെ തന്നെ UDFന്റെ ചുക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നതിലൂടെ നമുക്ക് അഭിമാനിക്കാം. UDF അടൂർ പ്രകാശിൽ ഭദ്രമാണ്. 3 വർക്കിംഗ് പ്രസിഡന്റുമാർ, കഴിഞ്ഞ 3 വർക്കിംഗ് പ്രസിഡന്റുമാരും മിടുക്കന്മാരായിരുന്നു. കോൺഗ്രസ് പ്രവർത്തക സമിതിയിലെ അംഗം, പാർലമെന്റിലെ കോൺഗ്രസിന്റെ ലോക്സഭയിലെ ചീഫ് വിപ്പ്, വർക്കിംഗ് പ്രസിഡന്റ് എന്ന നിലയിലും സുരേഷ് നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത്.
സിദ്ദിഖ് അതിമനോഹരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചത്. അതുപോലെ തന്നെയാണ് ശ്രീ ടി.എൻ. പ്രതാപനും. നമുക്കറിയാം, തീരദേശത്തെ പ്രശ്നങ്ങൾ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനും മുന്നോട്ട് പോകാനും നല്ല നിലപാടുകൾ സ്വീകരിച്ചത്. അവർ 3 പേരും പൊതുവായ പുനഃസംഘടനയുടെ ഭാഗമായി മാറി നിൽക്കാൻ തീരുമാനിച്ചപ്പോൾ വന്ന 3 പേർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിലെ കോൺഗ്രസുകാർ മനസ്സിൽ താലോലിക്കുന്ന പേരുകളാണ് ശ്രീ ഷാഫി പറമ്പിലും ശ്രീ അനിൽകുമാറും ശ്രീ പി.സി. വിഷ്ണുനാഥും എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും.